ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഈവ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ക്രിസ്മസ് സ്പെഷ്യൽ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഷോപ്പിങ്ങിനോട് അതിനകത്ത് പരിപാടി തുടങ്ങാം. നമ്മൾ ആസ് യൂഷ്വൽ ഷോപ്പിങ്ങിന് പോകുന്നത്, ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നത് മൂന്നുവർച്ചിലും, അല്ലാതെ പോകുന്നത് ബിഗ് ഡബ്ല്യൂയിലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ കോംപ്ലക്സ് തന്നെയാണ്. അപ്പം നമ്മൾ ഇനി രണ്ട് സ്ഥലത്തും പോകണം, പക്ഷേ സമയം തികയെന്ന് അറിയില്ല. എന്തായാലും ആദ്യം ബിഗ് ഡബ്ല്യൂയിലാണ് പോകേണ്ടത്, കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ അതിനാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ ആർക്കും അങ്ങനെ താല്പര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ബിഗ് ഡബ്ല്യൂയിലേക്കാണ് പോണത്. പിന്നെ സമയം നോക്കി അതിനനുസരിച്ച് ഊളവച്ചിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇച്ചാനെന്താ ആദ്യം തന്നെ പോയി സാൻഡ്വിച്ച് മേക്കർ മേടിച്ചു. പിന്നെ ഒരു സ്വിമ്മിങ് പൂൾ, പിന്നെ റിച്ചുകുട്ടന് ഒരു സൈക്കിളില്ലായിരുന്നു, അപ്പോൾ ഒരു സൈക്കിൾ എടുത്തു. പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് മേടിച്ചിട്ടോ. റിച്ചുകുട്ടന് വാട്ടർ ഗൺ മേടിച്ചു. പിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടൊരു പാത്രം എടുത്ത്, പിന്നെ ഞാനൊരു ഷർട്ട് എടുത്ത്, പിന്നെ എനിക്കും റിച്ചുകുട്ടൻ്റെ വക ഗിഫ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ ഇട്ടതുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ചെയ്യണം. അപ്പം ആർക്ക് അതേ കൊടുക്കുമെന്നൊക്കെ ഉള്ളത് കാണാം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടോ, ഏകദേശം 2 മണിക്കൂറോളം എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. റിച്ചുകുട്ടന് ക്രിസ്മസ് കുർബാനിച്ച് ഒരു ഫുൾ ബോക്സ് ഫെറാറോ റോഷൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റയടിക്കത് കഴിച്ച് തീർക്കാൻ ചാൻസ് ഉണ്ട്. ലിയോകുട്ടൻ എന്താ തന്നെ സ്വയം പര്യാപ്തതയോടുകൂടി അവൻ സ്വീറ്റ് കോൺ കഴിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡായി ഞങ്ങളായിട്ടൊന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മളിതാ ചോറുണ്ണാൻ പോകണം കേട്ടോ. വിശന്ന് പൊരിഞ്ഞു പോയി. നമ്മൾ ഇന്നലെ കറികളൊക്കെയാണ്. ഇച്ചിരി നോയമ്പാതാലും നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതാ മാങ്ങാച്ചാറുണ്ട്, തോരനുണ്ട്, പയറുകറിയുണ്ട്. വീഡിയോ എടുക്കാം. മാങ്ങാച്ചാറ് തീർന്നു കേട്ടോ. ഞാൻ എൻ്റെ കുപ്പി നോക്കാം. എന്തോ സൂപ്പർ മാങ്ങാച്ചാറാണ് ഇത്തണത്തെ. അടിപൊളി. നമ്മൾ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ്. നമ്മൾ മലയാളി കടയിൽ നിന്ന് മേടിച്ച് മാങ്ങയാണ്. അമ്മ ഉണ്ടാക്കിയ അച്ചാറ് സൂപ്പറായിരുന്നു. ഞാൻ സ്വിമ്മിംഗ് പൂൾ മേടിച്ചത് സെറ്റ് ചെയ്യാണ് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് പമ്പും കൂടി മേടിച്ചിട്ടോ. കാരണം വലിയ സ്വിമ്മിംഗ് പൂളല്ലേ. അപ്പോൾ നമ്മൾ അല്ലാതെ പമ്പ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, കുറേ നേരം എടുക്കണം. നമ്മൾ ഭയങ്കര മെനക്കേടാണ്, നമ്മൾ മടുത്തു. അപ്പോൾ അതുകൊണ്ടൊരു ഇലക്ട്രിക്കിൻ്റെ പമ്പും കൂടി മേടിച്ച്, അപ്പോൾ അങ്ങനെ അത് വെച്ചാകുമ്പം പെട്ടെന്ന് അങ്ങ് ചൂക്കെന്ന് പറഞ്ഞങ്ങ് പൊന്തി വന്നോളും. റിച്ചുകുട്ടനും ലിയോകുട്ടനും ഇങ്ങനെ അക്ഷമയരായിട്ട് നോക്കിയിരിക്കുകയാണ്. റിച്ചുകുട്ടനെ സ്വിമ്മിംഗ് പൂൾ ഇട്ടിട്ട് വേണം അവനങ്ങ് ചാടി മറിയാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ലിയോകുട്ടനാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഇതെന്താ സംഭവം എന്നറിയത്തില്ലാത്ത ഒരു നിപ്പും നോട്ടമൊക്കെയാണ്. ഇലക്ട്രിക് പമ്പ് ഉള്ളതുകൊണ്ട് സംഭവം എന്താ പറയുക, മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ടോ. വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്ഥലം. ശരിക്കും ഇത്രയും വലിപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല കേട്ടോ. കാര്യം ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പം, ഒരു ഫാമിലി ഫുള്ള് കിടക്കുന്ന ഫോട്ടോയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത്രയും വലിപ്പം ഉണ്ടെന്ന് നമ്മൾ വീർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നല്ല വലിപ്പമുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർക്ക് കയറാം. നമുക്ക് എല്ലാവർക്കും കയറി കിടക്കാം, അത്രയും വലിപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ അത് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് തുറന്ന് വിട്ടിട്ടുണ്ട്. ഞാനത് കടയിൽ പോകുന്നു, കുറച്ച് ഗ്രോസറീസൊക്കെ മേടിക്കാം. സ്വിമ്മിംഗ് പൂൾ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അതാ അത്യാവശ്യം വെള്ളമായി. നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളൂ, കാരണം ലിയോകുട്ടന് കളിക്കാനുള്ളതും കൂടെയാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നിറയ്ക്കാം കേട്ടോ, ലിയോകുട്ടൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്തുണ്ട് കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളിൽ കണ്ടായിരുന്നു. ലിയോകുട്ടൻ്റെ സ്വിമ്മിംഗ് പൂളിൽ പോയി കളിച്ചായിരുന്നു, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള. വീടല്ലേ? ഓ, സൺസ്ക്രീൻ ഒക്കെ പറ്റിയിട്ട് വേണം ഇറങ്ങാൻ. നല്ല വെയിലാണെന്ന്. ഇതാ മമ്മി ഇവിടെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയൊക്കെ തൊലി പൊളിച്ചൊക്കെ അരിഞ്ഞൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വൈകുന്നേരം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. സാധനം മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. 6 മണിക്ക് പള്ളിയിലും പോകണം, അത് കാരണം നേരത്തെ ഉണ്ടാക്കണം, പെട്ടെന്ന് വേണം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഇപ്പം കൊണ്ട് വിളിച്ച് വെക്കുന്നത്.
ഇവിടെ കളിയാണല്ലേ. അതൊക്കെ ദേവക്കോട്ടം ക്രിസ്മസ് ഒരു ബബിളെടുത്ത് പൊട്ടിച്ച് അതിനുള്ളിൽ വെള്ളം കയറ്റി കളിക്കുന്നു. റിച്ചുകോട്ടന് ഇന്ന് മേടിച്ച് വാട്ടർ ഗണ്ണ് വെച്ച് കളിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കോലം കണ്ടോ? പകുതിയിൽ നിന്ന് താഴോട്ടേക്ക് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നില്ല. ലിയോക്കോട്ടനെ എടുത്ത് വലിച്ച് പറിച്ച് പൊട്ടിച്ച് കളയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി മേലോട്ട് കയറ്റിയിട്ടതാണ്. നമ്മുടെ നക്ഷത്രം പണ്ട് 2019 മമ്മി അയർലൻഡിൽ വന്നപ്പോൾ കൊണ്ടുവന്ന നക്ഷത്രം. അതിങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. പുറത്തിടാൻ പറ്റിയില്ല, കാരണം പുറത്തേക്ക് നമുക്ക് സ്വിച്ച് പവർ പ്ലഗ് ഇല്ലാത്തത് കൊണ്ട് കണക്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതിനെ പുറത്തിട്ടില്ല, അകത്ത് തന്നെ ഇട്ടത്. ഇതാകുമ്പോഴത്തേക്കും എൻ്റെ മോളെ ന്യൂസ് വന്നു കേട്ടോ. അപ്പോൾ അവരും വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്നു. കഴിച്ചാലപ്പോഴത്തേക്കും കടയിൽ പോയിട്ട് വന്നു. എന്താ നമുക്ക് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൈനാപ്പിൾ കിട്ടില്ല, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൈനാപ്പിളൊക്കെ ഇട്ട് ചിക്കൻ ബിരിയാണി. ചിക്കൻ്റെ പണിയിലേക്ക് കയറുകയാണ് കേട്ടോ. ചിക്കൻ്റെ പണിയിലേക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് കട്ടി വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് പള്ളിയിൽ പോകുന്ന സമയം, അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ സമയം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് പതിയെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ് സ്നാക്സ് കഴിക്കുന്നു എല്ലാവരും. അമ്മ കുളി കഴിഞ്ഞ് ചായ വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് വേണം പള്ളിയിൽ പോകാൻ. ഇത് കുഞ്ഞിക്കുറുമ്പ് എൻ്റെ അമ്മയുടെ എളി കയറിയിരിക്കുന്നു അല്ലേ. ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നഗറ്റ്സ് എടുത്ത് പിള്ളേർക്ക് കൊടുത്ത് അവരെ സെറ്റാക്കി. അപ്പോഴത്തേക്കും ഇച്ചാൻ കുളിച്ച് വന്നു. ലിയോക്കുട്ടനപ്പോഴത്തേക്കും ഉറങ്ങാൻ പോകുന്നു. ലിയോക്കുട്ടൻ്റെ ക്രിസ്മസ് ഉറുപ്പാണ് കേട്ടോ പോയി പറ്റുന്നത്. എന്നാ വെച്ചാൽ ചായ അടിക്കാൻ പിള്ളേരെല്ലാം ആദ്യത്തെ ട്രിപ്പിന് പള്ളിയിൽ പോകട്ടോ. എല്ലാവരും പോവാം, മമ്മിയും പോവാം അല്ലേ. അപ്പോൾ ലിയോക്കുട്ടൻ നല്ല ഉറക്കമായി. അപ്പോൾ അവനെ മുടിപ്പിടിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവസാനം മുടിപ്പിടിപ്പിക്കാമെന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് വെച്ചാൽ ഉറങ്ങിപ്പോകുന്ന ഓർത്തുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉറക്കം കളയാതെ പതിയെ മുടിപ്പിടിപ്പിച്ച് അങ്ങനെ റെഡിയാക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. ലിയോക്കുട്ടൻ ഉറക്കുക. പിള്ളേരൊക്കെ പുറത്ത് നിൽക്കും നമ്മളെ കാത്ത്. Blessing. The dad and the family, they've got it upstairs. And we see families. This speaks to us about the deeper meaning of Christmas. ഇതുണ്ട് നമ്മുടെ ഒരു മലയാളി കുഞ്ഞുമാമേനെയാണ് അച്ഛനെടുത്ത് പിടിച്ചിരിക്കുന്നത്. അച്ഛനെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റീനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് പള്ളി വരുന്നത് കൊണ്ടും പിന്നെ പിള്ളേരെ വളർത്തുന്ന രീതികളൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രശംസിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയോടൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് പിള്ളേരെ എല്ലാം ഫ്രണ്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പൂക്കളൊക്കെ ആയിട്ട് കാഴ്ചവെപ്പൊക്കെ പോലെ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിലെ പുൽക്കൂട്. ഉണ്ണീശോയെ കൊണ്ടുവച്ചു. പുൽക്കൂട് ഡിസംബറിൽ തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഉണ്ണീശോയെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവച്ചത്. അങ്ങനെ നമ്മുടെ ആഘോഷമായ ക്രിസ്മസ് കുർബാന കഴിഞ്ഞ് നമ്മൾ മലയാളികളും ബാക്കി എല്ലാവരും ഇങ്ങനെ മുറ്റത്ത് നിന്ന് വർത്താനമൊക്കെ പറയുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ എല്ലാവർക്കും സ്വീറ്റ്സും ചോക്ലേറ്റ്സും ക്യാൻഡീസും ഒക്കെ കൊടുക്കുന്നു. മലയാളികളാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നത് പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ പള്ളി കഴിഞ്ഞ് എല്ലാവരും കൂടി നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ആണ് സാധാരണ പിരിയൽ. ലിയോക്കുട്ടൻ എന്തായാലും ഫുൾ ടൈം ഉറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉറങ്ങി ഉറക്കം പള്ളി കഴിയുന്നത് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും കുർബാന മുഴുവൻ കൂടാൻ പറ്റിയിട്ടോ, ഇടയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോകാതെ. അങ്ങനെ നമ്മളിതാ തിരിച്ച് പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു കേട്ടോ. വന്ന ഒരു തുണി മാറി ആദ്യം ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചെടിയല്ല, നമ്മുടെ പച്ചക്കറി, അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തില്ല. ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് ചോദിച്ച് വറുത്തോണ്ടിരിക്കാൻ സമയമില്ല. ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളടുത്തത് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ടൈമാണ്. നമ്മളെല്ലാവരും ക്രിസ്മസ് ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തായിരുന്നു. അപ്പം ആദ്യം റിച്ചിക്കട്ടൻ്റെ വേണം. റിച്ചിക്കട്ടൻ ആരെ കിട്ടിയത്? അമ്മേനാണോ? കൊള്ളാലോ. Oh, thank you so much. ക്യാൻഡിൽ, ക്രിസ്മസ് ക്യാൻഡിൽ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്തായാലും എടുത്തത്. റിച്ചിക്കട്ടൻ അറിയാലോ അമ്മയ്ക്ക് ക്യാൻഡിൽസ് ഇഷ്ടമാണ്. ക്യാൻഡിൽ It doesn't smell like perfume.
റിച്ചുകുട്ടന് ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൊടുത്തോളൂ. ആ റിച്ചുകുട്ടിന് മമ്മി. ഓ മമ്മിയാണോ? കൊള്ളാലോ. എന്നാ കൊടുത്തോളൂ. ആഹാ റിച്ചുകുട്ടന് വാട്ടർ ഗൺ. ഹാപ്പി ക്രിസ്മസ്. ഇനി അടുത്തത് മമ്മിക്ക്. മമ്മീനെ ആർക്കാ കിട്ടിയത് ഇനി? ഇല്ല മമ്മിക്ക് ഇവിടെ പാത്രം ഒന്നുമില്ല. മമ്മിയെ കൊണ്ട് പണിയെടുപ്പിക്കും. മമ്മിക്ക് കഴിയാതെ ഒരു പാത്രം കൂടെ ആയി. മമ്മിക്ക് ഇവിടെയുള്ള പാത്രത്തിൽ ഒരു സന്തോഷമില്ലായിരുന്നു. അതുകൊണ്ട് മമ്മീനെ കൊണ്ട് പോയി അമ്മ ഇഷ്ടപ്പെട്ടൊരു പാത്രം എടുത്തിട്ട് ഇഷ്ടപ്പെട്ടു. പോയല്ലോ തലകത്തി പോയി. ചെറിയ മണല്ലേ ചൂപ്പിക്കായി. അപ്പൊക്കൊരു ഷർട്ട്. നമ്മള് പ്ലം കേക്ക് മേടിച്ചിട്ടുണ്ട്. പ്ലം കേക്ക് കഴിക്കാൻ പോകണം കേട്ടോ. ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക് അത് തീയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലിയോ കൊട്ട കണ്ണ് കഴിക്കുന്നത്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലേഹേമിൽ, മഞ്ഞ് പെയ്യുന്ന മരമരക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും പിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹരഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിറക്കുന്നു മനുഷ്യനായി ബെത്ലേഹേമിൽ, മഞ്ഞ് പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹരഗാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ എടുത്തോണ്ട് പോകുന്നു. ചുമ്മ എടുത്തോ. ഈ ചുമ്മ മിടുക്കൻ. മമ്മി ഉമ്മ എടുക്കട്ടെ. ഈ ചുമ്മ അപ്പ ഉമ്മ എടുക്കട്ടെ. ചേട്ടക്ക് അയ്യോ പിടിച്ചു. വൈൻ മാമിക്കൊണ്ട് വന്നിട്ടുണ്ടേ. വൈനും കേക്കും കൂടെ കഴിക്കാൻ പോവാണേ. വൈൻ തന്നെയാണോ? വൈൻ തന്നെയാന്നാ പറഞ്ഞത്. ഷിജ പറഞ്ഞത് അല്ലേ? എന്ന് പറഞ്ഞോണ്ടാണ് മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇനിയിപ്പൊ നമ്മളെ പറ്റിച്ചെന്നറിയില്ല. അത് ഏതാ നിറച്ച് വേണോ? എനിക്ക് ലേശം അതിന് തുള്ളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. കേക്ക് മുറിക്കുവാണേ. എന്താ എല്ലാവരും വന്നോ? ഹാപ്പി ക്രിസ്മസ്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Feliz Navidad. Feliz Navidad. Feliz Navidad. Navidad. ബാക്കിയറിയത്തില്ല. Feliz Navidad. ഇറ്റാലിയൻ ഫെലിസ് നാവിഡാ എന്ന് വെച്ചാൽ ഹാപ്പി ക്രിസ്മസ് ആണ്. Feliz Navidad പക്ഷെ സ്പാനിഷ് അല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സ്മോൾ റൈറ്റ്. മേരി ക്രിസ്മസ്. ഇച്ചിരി പ്ലം കേക്ക് ഇഷ്ടമല്ല. ചെറിയ അറിയാക്കോട്ട് ഇഷ്ടപ്പെട്ടല്ലോ. മേരി ക്രിസ്മസ്. താങ്ക് യു. നമ്മുടെ ബിരിയാണിയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന. മമ്മി ഇതാ പൈനാപ്പിൾ ചെത്തി കുഞ്ഞു കുഞ്ഞു പീസാക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കൻ ഗ്രില്ല് ചെയ്ത് റെഡിയായി. അത് ചിക്കൻ ടേസ്റ്റ് ചെയ്യുന്നു. അതിന് കടലയെ കൊട്ടിന് കൊടുക്കുന്നു. നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടോ. അപ്പം അങ്ങനെ ബിരിയാണിയുടെ ബാക്കി സാധനങ്ങളെല്ലാം വറുത്ത് വെച്ചു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞോ?
ഞങ്ങൾക്ക് 10:45 സമയം രാത്രി. കഴിക്കൂലേ? ഇല്ല, അവരൊന്നും കഴിക്കില്ല. ഇല്ല. അപ്പോൾ ഞാൻ നാട്ടിലേക്കെല്ലാം വിളിച്ച് എല്ലാവരെയും വിളിച്ച് മെറി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് നമ്മുടെ ബിരിയാണിയുടെ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 11:30 അപ്പോഴത്തേക്കും എല്ലാവരും ഉറക്കം പിടിച്ചു കേട്ടോ. അലിയക്കുട്ടൻ്റെ കിടപ്പ് കണ്ട, മമ്മിയും സൈഡായി, റിച്ചുക്കുട്ടനും ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് വെച്ചാലും നാളെ, അതായത് ക്രിസ്മസിൻ്റെ അന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. രണ്ടുപേരും സെയിം ഷിഫ്റ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരുമിച്ച് എടുക്കുന്നത്, കാരണം വൈകുന്നേരം ഒരുമിച്ച് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്രിസ്മസിന് വർക്ക് ചെയ്യുന്നവരെല്ലാം സ്പെഷ്യൽ എന്തെങ്കിലും സ്നാക്സോ ഫുഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വാർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എരിവെല്ലാം കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആണെങ്കിൽ തൊട്ട് നോക്കിക്കോളൂ ഉപ്പൊക്കെ. അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയുടെ റെഡി കഴിഞ്ഞിട്ടോ കാണിച്ച്. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല, കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ളതാണ്. അവർക്ക് നട്ട്സ് അലർജി ആർക്കൊക്കെ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചിട്ടില്ല. നമ്മളിത് തമ്മിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് നാളെ അവിടെ ലിസ്റ്റ് എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതാ ഊരുന്നു, ഞങ്ങൾ പോകുന്ന സമയം 12 മണിയായി. 12 മണിക്കുള്ളിൽ കിടക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ എന്തായാലും അത് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ വന്നിട്ട് ക്യാഷ് നമുക്ക് കഴിക്കാനില്ല, നമ്മൾ കഴിക്കുമ്പോൾ ഓരോരുത്തർ പ്ലേറ്റിൻ്റെ മേലെ കൂടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബാക്കി ക്രിസ്മസ് ഡേ നാളത്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്, ഹാപ്പി ക്രിസ്മസ്.